ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ ഇടുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാന്ററാണ്, റൂമിൽ വെക്കുന്ന ഒരു പ്ലാന്ററാണ്. ഓക്കെ, അതിനായിട്ട് നമ്മളൊരു ഒഴിഞ്ഞ ടേപ്പിൻ്റെ റോളർ എടുക്കണം ആദ്യം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ടേപ്പിൽ ഒട്ടിക്കാനായിട്ട് കുറച്ച് പേപ്പേഴ്സ് റോൾ ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റോൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇങ്ങനെ ബാലൻസ് വരുന്ന പാർട്സ് കാണും. അത് നമ്മളൊരു സിസർ വെച്ച് എല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാ റോൾസിൻ്റെ ബാക്കി പാർട്സ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ടേപ്പിൻ്റെ അളവില്ലേ, അപ്പോൾ ആ ടേപ്പിൻ്റെ അളവ് നോക്കി നമ്മൾ ആ പേപ്പർ റോളില്ലേ അതിനകത്തേക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാം അങ്ങനെ ആ ഒരു ടേപ്പിൻ്റെ ലെങ്ത്ത് വെച്ച് കട്ട് ചെയ്യാൻ പാടില്ല. 4 സ്റ്റാൻഡ് വേണം നമുക്ക് ഈ പ്ലാന്റർ ഉണ്ടാക്കാനായിട്ട്. 4 സ്റ്റാൻഡ് വേണം. അപ്പം 4 പേപ്പർ റോൾ നിങ്ങൾ മാറ്റി വെച്ചിട്ട് വേണം ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഗൈസ് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു പ്ലാന്റർ ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്കും ഈ പ്ലാന്റ് വെക്കുമ്പോൾ അത് തറയിൽ പോയിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തതിന് ശേഷം നമ്മുടെ ഈ ടേപ്പ് റോളില്ലേ അതിൻ്റെ താഴെ ഇങ്ങനെ ഒന്ന് ഗം വച്ച് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങളിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. എൻ്റെ ഗ്ലൂ ഗൺ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ നോർമൽ ഗം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞ ഈ പേപ്പർ റോൾസിൽ നിന്ന് നമ്മൾ ഈ പ്ലാന്റർ ഉണ്ടാക്കാനുള്ള സ്റ്റാൻഡ് എടുക്കുന്നുണ്ടേ. അപ്പോൾ അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ 4 സൈഡ് ഒട്ടിക്കേണ്ടത്. ഇങ്ങനെയാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ഇതിൻ്റെ ടേപ്പ് റോളിൻ്റെ ലെങ്ത്തിനനുസരിച്ച് എടുത്തില്ലായിരുന്നോ? അപ്പം അത് ഒട്ടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 സ്റ്റാൻഡ് വെച്ചതിന് ശേഷം അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വേണം ഗം ഇട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെയിൻറ് ഇതിൽ കൊടുക്കാം. അപ്പോൾ ഗൈസ് ഞാനിവിടെ പെയിൻ്റൊക്കെ അടിച്ചെടുത്തതിന് ശേഷം ഒരു കാർഡ്ബോർഡും കൂടെ എടുത്ത് അതിൻ്റെ സെൻറ്ററിൽ ഹോൾ ഇട്ടതിന് ശേഷം അതിനകത്തൊരു ചെടിയും കൂടെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ.